ഹായ് ഓൾ, ദിസ് ഇസ് ലാസ്റ്റ് വെനസ്ഡേ മോർണിംഗ്. ഇന്ന് രാവിലെ ഞാനൊരു 5:30 ഒക്കെ ആയപ്പോൾ എണീറ്റു. ആലന് പോകാനായിട്ട് അലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 5:30ക്കാണ്. ഇന്ന് അലാമിൻ്റെ കൂടെ ഞാനും അങ്ങ് എണീറ്റു. ഇന്നിപ്പോൾ നേരത്തെ കിച്ചണിൽ കയറണം. കാരണം ഇന്നലെ ഞാൻ രാത്രി കറികളൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. വെജിറ്റബിളൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചു. ഒരു 8:30 ഒക്കെ ആയപ്പോഴേക്ക് ഞങ്ങൾ ഇരുന്നൊരു മൂവി കണ്ടു. ഏതാണെന്ന് ഞാൻ മറന്നുപോയി. യെസ്, സാഹസം എന്ന് പറഞ്ഞിട്ടൊരു മൂവി. നമ്മുടെ ഓണപ്പാട്ടൊക്കെ വന്നില്ലായിരുന്നോ ഈ അടുത്ത്, ഏത് മൂട് ഓണം മൂട് എന്നൊക്കെ പറഞ്ഞിട്ട്. പാട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ലെങ്കിലും ഫിലിം കുറച്ചുകൂടെ ഭേദമുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇന്നത്തേക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ബീൻസും ചെറിയുള്ളിയൊക്കെ അരിഞ്ഞു വെച്ചു. പിന്നെ കുറച്ച് കോവയ്ക്ക അരിഞ്ഞ് മെഴുക്ക് പുരട്ടാനായിട്ട് വെച്ചു. കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ടും ഞാൻ കുറച്ച് ചെറിയുള്ളി തന്നെയാണ് എടുത്തിട്ടുള്ളത്. കാർക്കൂന്തൽ അങ്ങോട്ട് കുറച്ചതിൻ്റെ ആയിരിക്കണം, മുടി ഒതുങ്ങത്തില്ല. ഇത്തിരി വെള്ളം നനച്ചാലേ എല്ലാം കൂടെ, എന്നാലും എല്ലാം എത്തത്തില്ല, ആ പുറകിലെ പോണിറ്റെയിൽ വരെ എത്തത്തില്ല. കിച്ചണിൽ നിൽക്കുമ്പോൾ അങ്ങനെ അഴിച്ചിടുമ്പോൾ എനിക്ക് ചൂടും എടുക്കുന്നു. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ടു വർക്ക്. ഫസ്റ്റ് നമുക്ക് അരി കുക്കറിലിടണം, പിന്നെ പിള്ളേരുടെ പാല്. 3rd ബർണറിലായിട്ട് നമുക്ക് ഉപ്പുമാവും കൂടി ഉണ്ടാക്കാം. ആലിൽ നിന്ന് 7:30 ഒക്കെ ആകുമ്പോഴേ ഇറങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കോഫി 2 പേർക്ക് ഇടണം. കോഫി മാത്രം മതി, ബ്രേക്ക്ഫാസ്റ്റിന് കാണത്തില്ല. 7:30 അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ 11:30, 12 ഒക്കെ ആവും എത്താനായിട്ട്. ലഞ്ചിനേ ഉണ്ടാവത്തുള്ളൂ. ഇവിടെ ഞാൻ ഒഴികെ എല്ലാവർക്കും നല്ല മത്തി കിട്ടി. ഇവിടെ കിട്ടിയില്ല. എനിക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു പൊടിമീനിട്ട്, ഈ നെത്തോലി, മത്തി ഇതൊക്കെ ഇട്ടിട്ട് കറി വെക്കാനായിട്ട് കൊതിയും വന്നിട്ട് പാടില്ലായിരുന്നു. ലാസ്റ്റ് ടൈം മീൻ മേടിച്ചപ്പോൾ എന്തായാലും നെത്തോലി കിട്ടിയിരുന്നു. ഒരു വലിയ ചൂരയും പിന്നെ പൊടിമീനായിട്ട് നെത്തോലിയാണ് കിട്ടിയത്. ഈ ഒരുപാട് ദിവസം നമ്മൾ ചിക്കനും ബീഫും പിന്നെ ഈ വലിയ മാംസമുള്ള, ഞങ്ങളിവിടെ കണ്ടമീനെന്ന് പറയും, കണ്ടമീനൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറലി ഈ പൊടിമീനിട്ടൊരു കറിക്ക് ക്രേവിങ്സ് വരും. നെത്തോലി കിട്ടിയപ്പോൾ തന്നെ അമ്മേനെ കൊണ്ട് ഞാനത് ക്ലീൻ ചെയ്യിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ക്ലീൻ ചെയ്യാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, അപ്പോൾ ഞാൻ വേറെ എന്തോ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അത് ഫ്രിഡ്ജിലിരിപ്പുണ്ട്. ഇന്ന് ഒത്തിരി ചോറ് ഉച്ചയ്ക്കും രാത്രിയൊക്കെ കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് സാധാരണ ഇടുന്നതിനേക്കാളും കുറച്ച് അരി കൂടുതലാണ് ഞാനിപ്പോൾ കുക്കറിലിട്ടത്. ഞാനിന്ന് തേങ്ങ അരച്ച് കറി വയ്ക്കാൻ പോവുക. ഞാൻ നേരത്തെ എണീറ്റതിൻ്റെ മറ്റൊരു കാരണം അതാണ്. ഈ തേങ്ങ അരച്ച് വെക്കുന്ന കറി നമ്മൾ തലേന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര രുചി ഉണ്ടാവത്തില്ല. നമ്മുടെ ഈ മുളക് കറി പോലെ പിറ്റേ ദിവസം അതിനത്ര ടേസ്റ്റ് വരില്ല. അത് താളിക്ക പോലും ചെയ്യാണ്ട് നല്ല പച്ച മുളകിൻ്റെയും പച്ച തക്കാളിയുടെയും ഒക്കെ കൂടെ കിടന്ന് നെത്തോലിയും അരപ്പും ഒക്കെ വെന്ത് വന്നിട്ട് അങ്ങനെ ചൂടോടെ ചോറ് കഴിക്കണം. പിറ്റേ ദിവസം എടുത്താൽ അതിന് വേറൊരു ടേസ്റ്റാണ്. പക്ഷേ ഈ വേഗം ഉടനെ കഴിക്കുന്ന രുചിയുണ്ടല്ലോ, അത് നമുക്ക് നെക്സ്റ്റ് ഡേ കിട്ടത്തില്ല. അപ്പോൾ അതിന്ന് രാവിലെ തന്നെ ചെയ്യാനായിട്ടാണ് ഞാൻ കുറച്ച് സാധാരണ എണീക്കണേനേക്കാളും കുറച്ചുകൂടെ നേരത്തെ എണീറ്റ്. ഇന്ന് നമുക്ക് ഹൗസ് വാമിംഗ് ഇല്ലായിരുന്നു, അതായത് പാല് തിളച്ച് പോയില്ല. ഞാൻ തിളച്ച് വന്നപ്പോൾ തന്നെ എന്തെടുത്ത് മാറ്റിയിട്ട് ഒരു കറിച്ചട്ടി വെച്ചു. എനിക്ക് ചില ദിവസങ്ങളിലെ ഓരോ വൈബാണ്. ഞാൻ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ എപ്പോഴും ഒരു യുണീക്കായിരിക്കും. ചിലപ്പോൾ എനിക്ക് ഇപ്പോൾ ലഞ്ചാണെങ്കിൽ ലഞ്ചിൻ്റെ കറികൾ എല്ലാം ഞാൻ കറിച്ചട്ടിയിൽ വെക്കും, ചിലപ്പോൾ എല്ലാം കുക്ക് വെയറിൽ വെക്കും. അതെന്തോ അങ്ങനെയാണ്. ഇപ്പോൾ ഉപ്പുമാവിന് വേണ്ടിയിട്ട് മാത്രം ഞാനൊരു കടായി എടുത്തിട്ടുണ്ട്, ഒരു നോൺ സ്റ്റിക്ക് കടായി എടുത്തിട്ടുണ്ട്. ഉപ്പുമാവ് കറിച്ചട്ടിയിൽ വെക്കാൻ പറ്റത്തില്ലല്ലോ. ഇന്നത്തെ ബാക്കി പരിപാടികളെല്ലാം കറിച്ചട്ടിയിലാണ്. ചെറിയ കറിച്ചട്ടി എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയിട്ട് പച്ചമണം മാറിയപ്പോൾ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും പിരിയമുളക് ചതച്ചിട്ടതും ഒക്കെ കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് മൂത്ത് വരുമ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് കോവയ്ക്ക അരിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും പുരട്ടി വെച്ചിട്ടുണ്ട്, ഇത്തിരി കാശ്മീരി മുളക് പൊടിയും. അത് ഇതിലേക്ക് തട്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പുമാവിനായിട്ട് ഞാൻ ആ കടായിൽ നെയ്യ് ഒഴിച്ച് അല്പം വെളിച്ചെണ്ണ ചേർത്ത് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചിട്ട് ഇന്നലെ ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന ചെറിയുള്ളിയും പിന്നെ കുറച്ച് ബീൻസ്, ക്യാരറ്റ് ഇല്ലായിരുന്നു കേട്ടോ, ബീൻസ് മാത്രമേ പച്ചക്കറി ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഉപ്പുമാവിൽ എന്തെങ്കിലും പച്ചക്കറി ഇട്ടില്ലെങ്കിൽ എനിക്ക് എന്തോരം എനക്കിടാം. പിന്നെ കുറച്ച് ചെറിയ കഷ്ണം ഇഞ്ചിയൊക്കെ ചേർത്ത് വഴറ്റി ബീൻസ് വേവാനായിട്ടാണ് കടായിൽ നമ്മളിപ്പോൾ അടച്ചു വെച്ചേക്കുന്നത്. ബീൻസ് പാകത്തിന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് റവ ആഡ് ചെയ്ത് ഉപ്പുമാവാക്കി എടുക്കാം. പാൻ കറിച്ചട്ടി ആയാലും കുക്ക് വെയർ ആയാലും ഒക്കെ എനിക്ക് ഇപ്പോൾ കംഫർട്ടബിൾ ഈ ഒരു സിലിക്കോൺ സ്പാറ്റുള യൂസ് ചെയ്യുന്നതാണ്. ഇതെല്ലാത്തിനും നല്ല രസമാണ് യൂസ് ചെയ്യാൻ. ഈ സൈഡിലൊക്കെ പറ്റുന്നത് കറിച്ചട്ടിയുടെ ആണെങ്കിലും ശരി, ഈ കുക്ക് വെയറിൻ്റെ ആണെങ്കിലും ശരി, നല്ല നൈസായിട്ട് വടിച്ചിങ്ങെടുക്കാം. അപ്പോൾ ബീൻസൊക്കെ നന്നായിട്ട് വെന്തു. ഉപ്പുമാവിനായിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ്സിന്, ഇത് കുക്ക് വെള്ളം കുടിക്കുന്ന ഗ്ലാസ് ആയിരുന്നു, ഇപ്പോൾ അവൻ ആ വയലറ്റ് ഗ്ലാസ്സാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ കോമൺ ഗ്ലാസ്സാണ്, ആർക്ക് വേണമെങ്കിലും വെള്ളം കുടിക്കാവുന്ന ഗ്ലാസ്. ആ ഒരു ഗ്ലാസ് നിറച്ച് വെള്ളം എടുത്തിട്ട് ആ ബീൻസ് വെന്ത കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ തിളച്ച് വരുമ്പോൾ റവ ആഡ് ചെയ്യാം. എപ്പോഴും കടയിൽ നിന്ന് മേടിക്കുമ്പോൾ വറുത്ത റവ തന്നെയാണ് മേടിക്കാറുള്ളത്. ഞാൻ എന്നാലും ഒന്നും കൂടെ അത് വറുക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞാനത് ചെയ്യുന്നില്ല.
കാരണം എൻ്റെ മൈൻഡ് മുഴുവൻ ആ മീൻകറിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. മീൻകറി ഉണ്ടാക്കിയെടുക്കണം. ഇതൊക്കെ അല്ല, ഇത് രണ്ടും മാറ്റിയിട്ട് വേണം മീൻകറിയിലേക്ക് കടക്കാനായിട്ട്. അരപ്പൊക്കെ അരച്ചുണ്ടാക്കണ്ടേ. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് അത് തിളയ്ക്കാൻ വെച്ചിട്ട് ഞാൻ ഇപ്പോൾ നമ്മൾ തട്ടിയിട്ട ആ സാധനങ്ങളൊക്കെ ഇരുന്ന ചെറിയ ചെറിയ ഡബ്ബാസ് ഉണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് കഴുകി മാറ്റി. കഴിഞ്ഞൊരു ഷോർട്സ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ഭയങ്കര ചൂടാണെന്ന്. പക്ഷേ ഇന്നലെ വൈകുന്നേരം തൊട്ട് ഇവിടെ നല്ല തണുപ്പാണ്. ചെറിയൊരു മഴയും, ചെറിയ മഴയെന്ന് പറഞ്ഞാലും പോരാ, അത്യാവശ്യത്തിനുള്ള മഴയും നല്ല കാറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഫ്രഷപ്പൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇതൊക്കെ എടുത്തങ്ങിട്ടു, ഈ ഫുൾ സ്ലീവ്സൊക്കെ. മഴയും തണുപ്പും ഒക്കെ വരുമ്പോൾ നല്ല കംഫർട്ടബിളാണ് ഇതൊക്കെ യൂസ് ചെയ്യാനായിട്ട്. സാധനത്തിന് റേറ്റ് ഉണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള കംഫർട്ടും ക്വാളിറ്റിയും ആ മെറ്റീരിയലിനുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു നൈറ്റ് വെയർ. വെള്ളം നന്നായിട്ട് അങ്ങോട്ട് തിളച്ച് വന്നപ്പോൾ കുറച്ചായിട്ട് റവ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇങ്ങനെ അലുവ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് ഉപ്മാവ് അങ്ങനെ ഡ്രൈ ആയിട്ട് പുട്ടുമാതിരി കിടക്കുന്നതിനേക്കാളും ഇതുപോലെ കേക്കി ആൻഡ് സോഫ്റ്റി ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. ഇത് ഞാൻ ഇങ്ങനെ മുറിച്ച് പ്ലേറ്റിൽ വെക്കും. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കേക്ക് വെക്കുന്ന കണക്ക് മേലെ ഒന്ന് പൂശി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. ഇനി അതിൽ നിന്ന് തന്നെ സെർവ് ചെയ്യാം. ഞാൻ കാസറോളിലേക്ക് മാറ്റുന്നില്ല, ബാക്കിയുള്ളത് നേരെ ഫ്രിഡ്ജിലേക്കായിരിക്കും പോവുക. ആലൻ റിയലി ഹേറ്റ്സ് ഉപ്മാ. വേറൊരു വഴിയില്ലെങ്കിൽ ഉപ്മാവ് കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ 11:30 വന്നാലും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ ചാൻസ് ഇല്ല, ഉപ്മാവായതുകൊണ്ട്. ഉപ്പുമാവിൽ ഒരല്പം വെള്ളം കൂടുതലാണോ എന്നൊരു സംശയം ദില്ല. അത് അവിടെ ഇരുന്ന് തിളച്ച് ഒന്ന് സെറ്റാവട്ടെ. അപ്പോഴേക്കും നമുക്ക് കോഫിക്കും ബോട്ടിൽ സ്റ്റെറിലൈസേഷനും ഉള്ള വെള്ളം കെറ്റിലിൽ വെക്കാം. കോവയ്ക്ക മെഴുക്ക് പുരട്ടി നമ്മൾ മൈൻഡ് ചെയ്യാതെ ഉണ്ടാക്കാനാണെങ്കിൽ അതിൽ ലേശം വെള്ളം കൂടെ ഒഴിച്ച് അടച്ചു വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൈൻഡ് ചെയ്യുവാണെങ്കിൽ അതിൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഇത്തിരി ഗ്യാപ്പ് വിട്ടിട്ട് കറിച്ചട്ടിയിലും കൂടെ ഇല്ല, അപ്പോൾ മേളിലോട്ട് ഈ പോകുന്ന ആവിയൊക്കെ ആയിട്ട് അതങ്ങനെ പറ്റി പിടിക്കാണ്ട് ഒരുവിധം കിട്ടും. പക്ഷേ ഈ പറഞ്ഞ പോലെ മൈൻഡ് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് പോയി അത് ഇതുപോലെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഏറ്റവും താഴെയുള്ളത് നല്ല മുരുമുര ക്രഞ്ചി ആയിട്ടും വരും, ഏറ്റവും മേലെയുള്ളത് പച്ചരുചിയായിരിക്കും. പിന്നെ എൻ്റേതൊരു കുഞ്ഞി കറിച്ചട്ടിയും കൂടെയാണല്ലോ, എനിക്കൊരു കറിച്ചട്ടിയും കൂടെ വേണം. ഒരു മീഡിയം സൈസ് ഒരെണ്ണം കൂടെ എനിക്ക് അത്യാവശ്യമാണ്. ഞാൻ 3 കറിച്ചട്ടിയായിരിക്കും എപ്പോഴും, അതായത് സ്റ്റോക്ക് ചെയ്ത് വെക്കാം. ഒന്ന് ഏറ്റവും കുഞ്ഞത്, ഏറ്റവും വലുത്, ഒരു മീഡിയം സൈസ്. പക്ഷേ എൻ്റെ മീഡിയം സൈസ് കറിച്ചട്ടിയുടെ അടിഭാഗത്ത് ചെറുതായ ക്രാക്കുകളൊക്കെ ഉണ്ട്. ആ ക്രാക്കിൻ്റെതാണോ അല്ല, ആ ക്രാക്കിൻ്റെതാണ്. നമ്മൾ മീൻകറിയൊക്കെ വെക്കുമ്പോഴുണ്ടല്ലോ താഴെ ഇത്തിരി ഓയിലും ഒരു സ്റ്റെയിനും ഒക്കെ വരുന്ന പോലെ. അപ്പോൾ അത് ഞാനിപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ രണ്ടിനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരെണ്ണം നമുക്ക് പതിയെ വാങ്ങണം. നമ്മുടെ ജോൺ ഖോനായുടെ പെട്ടിയിൽ നിന്ന് ആവശ്യത്തിനനുസരിച്ച് കറിവേപ്പില എടുക്കാനാണ് അതിവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. പിന്നെ ഇന്നലെ ഒരു കുഞ്ഞി മുളക് ചീത്തയായത് എടുത്ത് കളഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. ഇപ്പോൾ എനിക്കൊരു മരമുണ്ട് അടുക്കളത്തോട്ടം എന്ന് പറയാനായിട്ട്. ആ പാൽമുളകില്ലേ, അതിൻ്റെ ഒരു ചെറിയ ചെടി, അത് നിറച്ചു മുളകാണ്. നമ്മൾ ഒരു മഴയൊക്കെ കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞാണെങ്കിൽ ഒത്തിരി പൂവിടും. ഇന്നലെ ഈ വലിയ മഴ വരുന്നു എന്നെനിക്ക് തോന്നിയപ്പോൾ ഞാൻ കുറേ പോയി പൊട്ടിച്ചായിരുന്നു. ആ മുളകൊക്കെ ഞാൻ ഈ ജോൺ ഖോനായുടെ പെട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. അത് മീൻകറിയിലിട്ട ഒരു പ്രത്യേക ടേസ്റ്റാണ്, എസ്പെഷ്യലി ഈ തേങ്ങ അരച്ച് വെക്കുന്ന മീൻകറിയിൽ. അപ്പോൾ ഇന്നത്തെ മീൻകറിയിൽ ഇടാനായിട്ട് ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു 2-3 വലിയ മുളക്. അതിങ്ങനെ കയ്യിലോട്ട് എടുത്തപ്പോഴേ എനിക്ക് ഈ നെത്തോലിയും ഈ തേങ്ങാരപ്പും ഒക്കെയാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഇതേ കോഫി റെഡിയായി. ഇന്നത്തെ കോഫി നമുക്ക് കടലിനൊപ്പം ആകാം. കുറച്ച് ദിവസമായി കടൽ ഓഫ് ദ ഡേ ഒക്കെ ഞാൻ കാണിച്ചിട്ട്. അപ്പോൾ ഇന്നെന്തായാലും മേലെ അത്ര വെയിലില്ല. ഒന്ന്, ഞാൻ കുറച്ച് നേരത്തെ എണീറ്റു. രണ്ടാമത്തേത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇപ്പോൾ ഒരു മൂടിയ ക്ലൈമറ്റാണ്. അങ്ങനെ ഇന്ന് മെനഞ്ഞാന്ന് വരെ നല്ല ഭറ വെയിലായിരുന്നു. ഇന്നലെ എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, ആ മഴയും കോളും ഒക്കെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഇത് നിങ്ങൾക്ക് കടൽ ഓഫ് ദ ഡേ കാണുമ്പോൾ മനസ്സിലാവും. സീയും ഒക്കെ വളരെ കാമാണ്. സാധാരണ മഴ വരുമ്പോഴത്തേക്ക് ഇളകി മറിഞ്ഞ് വരേണ്ടതാണ്. ഇപ്പോൾ ആൾ കാം ആൻഡ് ക്വയറ്റാണ്. കുക്കുവിന് കൊടുത്തു വിടാനായിട്ട്, നെത്തോലി ഒരു ചെറിയ മീനാണല്ലോ, അത് കൊടുത്തു വിട്ടാൽ അവനങ്ങനെ പിച്ചി കഴിക്കാനാൻ വേണ്ടിയിട്ട് മാത്രമൊന്നും അതിൻ്റെ അകത്ത് കാണത്തില്ല. അപ്പോൾ അവന് ലഞ്ചിൻ്റെ കൂടെ വെക്കാനായിട്ട് ഞാൻ ഒരു എഗ്ഗ് അവിടെ ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ഞാൻ ലഞ്ചിന് വരുമ്പോൾ പപ്പടത്തിൻ്റെ ബോക്സിലിരിക്കുന്ന 2 പപ്പടവും പ്ലസ് ഒരു ഓംലെറ്റും കൂടിയായിട്ട് ഹാലനും കൊടുക്കാം. അപ്പോൾ ലഞ്ചിൻ്റെ കൂടെ ഒരു ഫ്രൈയുമായി. ഇത് ഇന്നലെ കുക്കുസാറ് വിരിച്ചതാണ് കേട്ടോ. പക്ഷേ കുറേ തുണി ഇവിടെ നല്ല സ്ഥലമുണ്ട്. ഈ ഒരു സ്റ്റാൻഡിൽ നമുക്ക് അത്യാവശ്യം എല്ലാ തുണിയും വിരിക്കാൻ പറ്റും. ഇതിൻ്റെ എക്സാക്റ്റ് മാച്ച് ഫ്ലിപ്കാർട്ടിൽ ഇല്ലെങ്കിലും നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ സ്റ്റീൽ കാണാം കേട്ടോ. ഇവിടെ ഇപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫ്ലിപ്കാർട്ടിൽ പോവാം, അല്ലാതെയും പോവാം. ഫ്ലിപ്കാർട്ടിൽ പോവാം, അവിടെ ക്ലോത്ത് ഡ്രൈയിങ് റാക്കെന്നോ സ്റ്റാൻഡെന്നോ ഒക്കെ സെർച്ച് ചെയ്ത് കൊടുത്താൽ പല വെറൈറ്റീസും കിട്ടും. ഇവിടെ ആവശ്യത്തിന് സ്ഥലമുണ്ടല്ലോ, അതുകൊണ്ട് അവൻ അവിടെ ഇങ്ങനെ വിതറി ഇട്ടിരുന്നതൊക്കെ ഞാൻ ഈ സ്റ്റാൻഡിലേക്കാക്കി. അപ്പോൾ ഇനി കടൽ ഓഫ് ദ ഡേ.
യൂഷ്വലി എണീക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നേരത്തെ എണീറ്റാൽ മാത്രം കിട്ടുന്നൊരു സുഖമാണ് ദേ ഇത്. വെയിൽ വരുന്നതിന് മുമ്പേ ദേ ഇവിടെ ഇങ്ങനെ നിന്ന് കടലിനെ വായി നോക്കുക. നല്ല വെയിലായാലുണ്ടല്ലോ, ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്തും പിന്നെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ, വെള്ളം പെട്ടെന്ന് ചൂടാവും, പതിയെ തണുക്കത്തുള്ളൂ. നമുക്ക് കടലിലോട്ട് അങ്ങനെ നോക്കി നിൽക്കാനൊന്നും പറ്റത്തില്ല വെയിലുള്ളപ്പം. കണ്ണൊരു മാതിരിയാവും, തലവേദന വരും. അപ്പോൾ ഇതാണ് പറ്റിയ സമയം. ഇത് കഴിഞ്ഞാൽ പിന്നെ സൺസെറ്റിന് ഈ ഭാഗത്തേക്ക് വന്നാൽ മതി. ഇവിടെ അത്ര സുഖമൊന്നുമില്ല അങ്ങനെ വന്ന് ചെയറൊക്കെ ഇട്ടിരിക്കാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ മേലെ റൂഫിങ് ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന ഈ ഭംഗി അതിനുണ്ടാവത്തില്ല. ഞാൻ താഴെ എത്തിയപ്പോഴേക്ക് കറക്റ്റായിട്ട് കുക്കർ വിസിലടിച്ചു. അത് ഞാൻ എടുത്ത് നമ്മുടെ പുറത്തുള്ള ആ ഒരു സിറ്റിംഗ് സ്പേസിൽ അവിടെ കൊണ്ടുവച്ചു. സിറ്റിംഗ് സ്പേസ് അല്ല, അത് അരകല്ല് കിടന്ന സ്ഥലമായിരുന്നു. എന്നിട്ട് മീൻ കറിക്കുള്ള അരപ്പെടുക്കുവാണ്. തേങ്ങയിൽ ഈ കറുമ്പ് വരുന്ന ഭാഗമൊക്കെ ഞാനങ്ങ് മാറ്റി. കറിക്കൊരു കളർ ഉണ്ടാവത്തില്ല, ഇടയ്ക്കിടയ്ക്ക് ഈ കറുപ്പ് പൊട്ടുപൊട്ടുകളെ വീഴും അത് നമ്മളിട്ട് അരച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് അത് വരാണ്ട് കുറച്ച് തേങ്ങ എടുത്തു, പിന്നെ കുറച്ച് ചെറിയുള്ളി നമ്മുടെ പെട്ടിക്കകത്തുനിന്ന് എടുത്തു, പുളി പിഴിഞ്ഞ വെള്ളം കുറച്ചെടുത്തു, അല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി. കറി ഓറഞ്ച് കളറിലിരിക്കണമെങ്കിൽ സാധാ മുളക് പൊടി കുറച്ചെടുത്താൽ മതി. കറി ഒരു ഓറഞ്ച് ടു റെഡ് കളറിലിരിക്കണമെങ്കിൽ ഇത്തിരി കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ലിലിയംച്ചിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇനി ഇത് നല്ല പറ്റ അരച്ചെടുക്കണം. ക്ഷമ വേണം, സമയമെടുക്കും. അല്ലെങ്കിൽ ചില ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന കറി മാതിരി എടുത്ത് ചോറിലോട്ട് ഒഴിക്കുമ്പോൾ ഇവിടെ കുറച്ച് പീരയും പിന്നെ ആ കറിയുടെ ചാറെന്ന് പറയപ്പെടുന്ന വെള്ളം നേരെ അണ്ടർഗ്രൗണ്ടിലേക്ക് പോവുകയും ചെയ്യും. അരപ്പൊക്കെ സെറ്റായി. നമ്മുടെ എഗ്ഗ് റെഡി ആയത് ഞാൻ ദേ ഒരു ചെറിയ ബൗളിലേക്ക് എടുത്ത് കുറച്ച് വെള്ളവുമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഉടനെ ചൂടോടെ പൊളിച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുന്നതല്ല, ആ സാധനം അത്ര നല്ല നീറ്റായിട്ട് പൊളിഞ്ഞു വരത്തില്ല. കുറച്ച് ഇങ്ങനെ തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന ഒരു ഹാർഡ്ലി 2 minutes ഒക്കെ ഇട്ട് വെച്ചിരുന്നാൽ മതി. നമുക്ക് എടുക്കാനായിട്ട് പൊളിക്കാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ റണ്ണിങ് വാട്ടറിൻ്റെ താഴെ വെച്ചിട്ട് നമുക്ക് പൊളിച്ചെടുക്കാം. ഈ സ്റ്റീമറിൽ വെക്കുന്ന എഗ്ഗ് കേട്ടോ, പുഴുങ്ങിയെടുക്കുന്ന എഗ്ഗിൻ്റെ കാര്യം കുറച്ചുകൂടെ പാടാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നല്ല തടിയൻ 4-5 മുളക് ഞാൻ ദേ എടുത്ത് അരിഞ്ഞ് മീൻകറിയുടെ അരപ്പിലേക്ക് ചേർക്കുന്നുണ്ട്. അരച്ച അരപ്പ് പ്ലസ് ജാറ് കഴുകിയ കുറച്ച് വെള്ളം, പിന്നെ കുറേ കറിവേപ്പില. ഞാനിപ്പോൾ ഇന്ന് നല്ല പച്ച തക്കാളിയാണ് എടുക്കുന്നത്. പച്ച തക്കാളി മീൻസ് അധികം പഴുക്കാത്തത്. കറിക്ക് ഓൾറെഡി പുളി ചേർത്ത് അരച്ചിട്ടുണ്ടല്ലോ. ഈ തക്കാളി എനിക്ക് ബ്രെഡിറ്റാമിസ് കൊണ്ടുവന്ന് തന്നതാണ്, വീട്ടിൽ പിടിച്ചതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. തനി നാടൻ മീൻകറി. നമ്മുടെ വീട്ടിൽ പിടിച്ച പച്ചമുളക്, മിസ്സിൻ്റെ വീട്ടിൽ പിടിച്ച തക്കാളി, പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇനി താളിക്കത്തില്ല, അതുകൊണ്ടാണ് പച്ച വെളിച്ചെണ്ണ മേലെ ഒഴിക്കുന്നത്. ഇങ്ങനെ തേങ്ങ അരച്ച് വെക്കുമ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങനെ വെക്കണതാണ് നല്ലത്. പിന്നെ ചില മീനൊക്കെ അമ്മച്ചി പറയുന്നത് കേൾക്കാം, ഇതുപോലെ താളിച്ച് വെക്കണം എന്നാലേ അത് ശരിയാകത്തുള്ളൂ എന്നൊക്കെ. അങ്ങനെ എനിക്ക് ഡൗട്ടുള്ള എന്തെങ്കിലും മീനാണെങ്കിൽ ഞാൻ അപ്പോഴേ അമ്മേനെ ലില്ലിയംസിനെ വിളിച്ച് ചോദിക്കും, ഇത് താളിച്ചേ മതിയാവൂ എന്നുണ്ടോ എന്നൊക്കെ. മീൻകറിയുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് മറിയണം. കാരണം നെത്തോലി ഇട്ട് കഴിഞ്ഞാൽ അധികം നേരം നമുക്ക് ആ കറി തിളപ്പിക്കാൻ പറ്റത്തില്ല. നെത്തോലി ഇങ്ങനെ അടർന്നു പോകും, മുള്ള അവിടെ കിടക്കും, 2 സൈഡിലെയും മാംസം അല്ലാണ്ട് കിടക്കും. അപ്പോൾ അതുകൊണ്ട് ചാറ് നല്ലപോലെ തിളച്ച് വരണം. ആ ഗ്യാപ്പിന് ഞാൻ അരി അടച്ചിട്ടു, കുക്കർ കഴുകി വെച്ചു. വളരെ വൈകി ഞാൻ തിരിച്ചറിഞ്ഞൊരു സത്യമുണ്ട്. ഞാൻ ഈ കുക്കറിൻ്റെ ഈ ഒരു റബ്ബറില്ലേ, വാഷർ വാട്ടെവർ ഇറ്റ് ഈസ്, അത് ഞാൻ കഴുകി വെയിലത്തായിരുന്നു വെച്ച് ഉണക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുക്കറിൻ്റെ സൈഡിൽ കൂടെ ആവി പോകുന്നു. വെയിലത്ത് അതിങ്ങനെ സ്ട്രെച്ച് ഔട്ട് ചെയ്യുമല്ലേ. അപ്പോൾ അതൊന്ന് റെക്ടിഫൈ ചെയ്യാനായിട്ട് ഞാൻ ഇപ്പോൾ അത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. നെക്സ്റ്റ് ടൈം കുക്കർ യൂസ് ചെയ്യുമ്പോൾ സംഭവം കറക്റ്റ് ആയിരിക്കും. 2 ഏത്തപ്പഴം ഫ്രിഡ്ജിലിരുന്നത് ഞാനൊന്ന് ചൂടാക്കാനായിട്ടെന്ന് പറയാം അവനിലേക്ക് വെച്ചിട്ടുണ്ട്. ചാറ് തിളച്ച് വന്നപ്പോഴേക്ക് ഞാൻ ആവശ്യത്തിനുള്ള കല്ലുപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇത് നല്ല രീതിക്ക് തിളയ്ക്കുമ്പോൾ മീനിട്ട് കൊടുക്കാം. ഇനി കുറച്ച് നേരം അടച്ച് തീ സിമ്മിലാക്കി വേവിച്ചെടുക്കാം. മീൻകറി അപ്പോഴത്തേക്ക് റെഡിയാവും. എത്ര കുക്കറിൻ്റെ റബ്ബറാണെന്നറിയോ ഞാൻ വേറേത് മേടിച്ചത്, ഈ സത്യം തിരിച്ചറിയാണ്ട് ഞാനാണ് നശിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ദേ കുക്കൂനായിട്ടുള്ള ലഞ്ചും 2 പേർക്കുമായിട്ടുള്ള സ്നാക്സുമാണ് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. കുക്കൂന് ഇന്ന് ചോറും മീൻകറിയുടെ ചാറും പിന്നെ നമ്മൾ മെഴുക്ക് പുരട്ടിയ കോവയ്ക്കയും പുഴുങ്ങിയ മുട്ട ഉപ്പും പെപ്പറും ഇട്ടതും വെച്ചിട്ടുണ്ട്. സ്നാക്സിനായിട്ട് 2 പേർക്കും കുറച്ച് വേഫേഴ്സ്, 2 ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റ്സ്, പിന്നെ കട്ട് ചെയ്ത ആപ്പിളിന് ഇപ്പോൾ വില കൂടുതലാണ് കേട്ടോ ഇവിടെ. അവിടെയൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ ഇപ്രാവശ്യം 1/4 കിലോ മേടിച്ചിട്ടുണ്ട്. വില കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനത് 1/4 കിലോ ആക്കി. നിലൂന് ഉച്ചയ്ക്കത്തെ ലഞ്ച് അംഗൻവാടിയിൽ തന്നെ ഉണ്ട്. നല്ല ചൂട് ചോറും ക്യാരറ്റും ബീൻസും പിന്നെന്താ പൊട്ടാറ്റോ വേവിച്ചതും പുഴുങ്ങിയ മുട്ടയും ഒക്കെ ഉണ്ട്. അവനതിന്ന് മുട്ട മാത്രം തിന്നുന്നു എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു കേട്ടത്. ബാക്കിയൊന്നും കഴിക്കുന്നില്ല അത്രേ. ലില്ലിയംച്ചിയുടെ നല്ല അടിപൊളി മീൻകറിയും ചോറും കഴിച്ച് വളർന്ന കൊച്ച് എങ്ങനെ അത് കഴിക്കാനാണ്?
അവിടുത്തെ ഫുഡ് കൊള്ളില്ല എന്നല്ല, ഇവിടെ ബിരിയാണി മന്തി ആണെങ്കിൽ പോലും അവൻ ഉച്ചയ്ക്ക് ലില്ലിയംച്ചിയുടെ ചോറും മീൻകറിയും വേണം. അമ്മച്ചിയാണെങ്കിൽ ഒരു ഇച്ചിരി ചാറും മീനും ഒക്കെ ആയിട്ട് ലില്ലിയംച്ചി അങ്ങനെയാണ് കഴിക്കുന്നത്. അതുപോലെ തന്നെ അവന് കൊടുക്കുകയും ചെയ്യും. അവനിപ്പോൾ അതുമായിട്ട് യൂസ്ഡായി. ഇന്നിനിപ്പോൾ അംഗൻവാടി പോകുമെന്നൊന്നും എനിക്കൊരു പിടിയുമില്ല. കഴിഞ്ഞ 2 ദിവസം പോയിട്ടില്ല. അലൻ കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത് അംഗൻവാടിയിലെ പുള്ളേര് എന്നെ ഗുണ്ടാന്ന് വിളിച്ചോന്നാണ്. എന്തിന് ഗുണ്ടാന്ന് വിളിച്ചു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ വെറുതെ ആപ്പിൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ ഗുണ്ടാന്ന് വിളിച്ചു എന്നാണ്. പിന്നെ വേറൊരു പരാതിയും കൂടെ ഉണ്ടായിരുന്നു. കണ്ണാടിയുള്ള മിസ്സ് വഴക്ക് പറഞ്ഞു എന്ന്. മിസ്സ് എന്തിനാ വഴക്ക് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ ആപ്പിൾ 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 എന്ന് പറഞ്ഞതിനാണ് മിസ്സ് വഴക്ക് പറഞ്ഞതെന്നാണ്. ഇതിലെത്ര സത്യമുണ്ടോ നുണയുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. ഇന്നിപ്പോൾ ആലൻ രണ്ടും കൽപ്പിച്ച് കൊണ്ടാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആലൻ ഇനി സിസിജിന്ന് വരുന്ന ടൈം ഒരു 10:30-11 മണിയൊക്കെ ആവും. അവൻ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ടോയ്ലറ്റിലൊക്കെ പോയിട്ട് അമ്മ അവനെ റെഡിയാക്കി നിർത്താനായിട്ട്. ഇന്നെന്തായാലും കൊണ്ടുവിടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താവോ എന്തോ. നിലുവിൻ്റെ അംഗൻവാടിയിൽ ഒരു ഡേ കാണിക്കണം എന്നൊക്കെ എനിക്കുണ്ട്. സാറ്റർഡേ ആവട്ടെ. നമ്മൾ 9 മണിക്ക് സ്കൂളിലേക്ക് ഇറങ്ങുമല്ലോ. അപ്പോൾ സാറ്റർഡേയിലത്തെ അവൻ്റെ അംഗൻവാടി കവർ ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കാം. ഈ സാറ്റർഡേ കുറച്ചധികം പരിപാടികളും ഉണ്ട്. എനിവേ ഐ വിൽ ട്രൈ. അപ്പോൾ ഞാനും കുക്കുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ അവന് കുഴച്ചു കൊടുക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പണ്ട് അപ്പച്ചൻ, ലില്ലിയംച്ചിയുടെ ഹസ്ബൻഡ് ഒബിയസ്ലി, എനിക്കും കണ്ണനും ലൂയിസിനും കൂടെ പുട്ടും ഗോതമ്പ് പുട്ടും അരിപ്പുട്ടും ഉപ്മാവും ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ പഴമൊക്കെ ചേർത്ത് കുഴച്ച് ഒരു വലിയ ബൗളിൻ്റെ അകത്ത് ഒരു വലിയ ഉണ്ട ഇങ്ങനെ കൊണ്ടുവയ്ക്കും. ഞങ്ങളിങ്ങനെ 3 വർഷത്തായിട്ട് ഇരുന്നിട്ട് അതിങ്ങനെ പിച്ചി പിച്ചി കഴിക്കും. ഞാനത് അവന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് ഞങ്ങളിതേ സ്കൂളിലേക്ക് ഇറങ്ങി. സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.